എൻ്റെ പേര് വിജീഷ്. കോഴിക്കോട് പറമ്പിൽ ബസാറിലാണ് താമസം. ഇപ്പം ശ്രീ എം എം അക്ബർ സാഹിബ് ഇവിടെ ഇപ്പം ഒരു വെല്ലുവിളി പോലെ നടത്തുകയുണ്ടായി. ഞാൻ പറയുന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ അറിയുന്ന, കൃത്യമായിട്ട് അറബിയിലും രണ്ടു തരത്തിലും ഖുർആൻ അറിയുന്ന ആളുമായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ വെല്ലുവിളിയുടെ ഡേറ്റും കാര്യവും തരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് ഒന്ന്. രണ്ടാമത്തത്, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നേരത്തെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, നേത്രദാനം, അത് അവയവദാനത്തൊക്കെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഒരാൾ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ നേത്രദാനം നടത്താം. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ശ്രീ എം എം അക്ബർ അവർകളും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയും നേത്രദാനം പോലുള്ള പ്രവർത്തനത്തിനും അവയവദാനം പോലുള്ള പ്രവർത്തനത്തിനും തയ്യാറാണ്. ഇവിടെ ഞാൻ ഇതിന്റെ ഒരു അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ്, എന്റെ അച്ഛൻ ഇന്നൊരു കണ്ണ് നഷ്ടപ്പെട്ട് കിടക്കുന്നത് കോർണിയ എന്ന് പറഞ്ഞ സാധനം ഇന്ന് കിട്ടാനില്ലാത്തതിന്റെ ഭാഗമായാണ്. കേവലം ഈ കേരളത്തിലെ യുക്തിവാദികളോ മറ്റു പുരോഗമനാശയക്കാരോ മാത്രം കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ ഇന്ന് കോർണിയ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ആയിരക്കണക്കിന് ആളുകൾക്ക് കോർണിയ ലഭിക്കാതെ ഈ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സേവനത്തിലേക്ക് ഇന്ന് ഒരു പുരോഹിതൻ തയ്യാറാവുകയും നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സഭ മുഴുവൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇത്തരം ഒരു മാനവിക പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറാണ്. ഒന്നാമത്തെ സുഹൃത്തിന്റെ പ്രശ്നം അത്തരം ഒരു സംവാദത്തിന് തയ്യാറാണെന്ന്. നിച്ചോപ്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ള ആളുകളാണ് ഈ നാട്ടിലുള്ള ആളുകൾ. ഇവിടെയുള്ള ഞങ്ങളുടെ പുസ്തകശാലയുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കേരള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് മുതൽക്ക് ക്രൈസ്തവ വിഭാഗങ്ങളിലെ അതിശക്തരായ പണ്ഡിതന്മാർ വരെയുള്ള ആളുകളുമായി നിച്ചോപ്രൂത്തിന്റെ പ്രവർത്തകർ ഇസ്ലാമിനെ പരസ്പരം സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. പിന്നെ സംവാദം അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ട കാര്യമല്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംവാദത്തിന് സന്നദ്ധതയുണ്ടെങ്കിൽ അത് നിച്ചോപ്രൂത്തിന് തന്നെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ നിങ്ങൾ ഉപയോഗപ്പെടാവുന്നതാണ്. എറണാകുളത്താണ് അതിന്റെ ഓഫീസ്. എറണാകുളത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെട്ടാൽ അതിന്റെ രീതികളുണ്ട്, അതിന്റേതായ നിബന്ധനകൾ ഉണ്ടാകും. സ്വാഭാവികമായും സംവാദം എന്ന് പറയുന്നത്, പരസംവാദം എന്ന് പറയുന്നത് കേവലം വികാരത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നടത്തേണ്ട ഏർപ്പാടല്ല, മറിച്ച് കൃത്യമായ നിബന്ധനകൾ വെളിച്ചത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷതക്കോ അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ജനാധിപത്യ സമ്പ്രദായങ്ങൾക്കോ തകരാർ വരാത്ത രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നീടുള്ള നേത്രദാനവുമായി ബന്ധപ്പെട്ട അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സ്വന്തം പിതാവിന് ദാനം ലഭിച്ച് കിട്ടിയിട്ടില്ലാത്തതിന്റെ പ്രയാസം ചിലപ്പോൾ എന്റെ സുഹൃത്തിനുണ്ടാകാം. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നേത്രദാനം അതേപോലെ അവയവദാനം ഇത്തരം വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ മതവിശ്വാസികളും അല്ലാത്തവരും അവരുടേതായ നിലപാടുകളും അവരുടെ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവയവദാനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവയവദാനം ചെയ്യുന്ന ആളുകളുണ്ട്. വൃക്കയെ പോലെയുള്ള അവയവങ്ങൾ പകുതി ദാനം ചെയ്യാൻ കഴിയും, അത് ചെയ്യുന്ന ആളുകളുണ്ട്. മരണത്തിന് ശേഷം അവയവം ദാനത്തിന് വേണ്ടി വസിയത്തെഴുതി വെക്കുന്ന ആളുകളുണ്ട്. എന്റെ സുഹൃത്തിനൊപ്പം പറഞ്ഞു, ഏതോ ഒരു മതവിഭാഗത്തിന്റെ ആരായിരുന്നാലും, ക്രിസ്തവ വിഭാഗമാണെങ്കിലും ഹിന്ദു വിഭാഗമാണെങ്കിലും മുസ്ലിം വിഭാഗമാണെങ്കിലും അല്ല, പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവയവദാനത്തിന് സന്നദ്ധമായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അതിലെ നന്മയും അതിന്റെ കാരുണ്യത്തിന്റെ വശവും ഉൾക്കൊണ്ട ആളുകൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. തീർച്ചയായും നമുക്ക് മാതൃക ഉൾക്കൊള്ളാൻ കഴിയുന്ന കാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ മാതൃക നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. എന്നാൽ പ്രശ്നം അവയവദാനത്തിന്റെ പേരിൽ നടക്കുന്ന സാമൂഹ്യ ഗുണകരമായ പ്രവർത്തനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവയവദാനത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന റാക്കറ്റുകളും അതിന്റെ പേരിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളും അതിന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രശ്നങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അവയവദാനത്തിന് ഒരിക്കലും എതിര് നിന്നിട്ടില്ല. ഇസ്ലാം അവയവദാനത്തിന്റെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് പുലർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അവയവം ദാനം ചെയ്യുന്ന ആളുകൾ അത് നന്മക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സന്നദ്ധമാകണം എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ രംഗത്ത് വെച്ചിട്ടുള്ള നിബന്ധന. അതല്ലാതെ
അതല്ലാതെ ഇസ്ലാം അവയവദാനത്തിനെതിരല്ല. അവയവദാനങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ അവയവങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇസ്ലാം ആ രംഗത്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ്. ദാനത്തിന്റെ പേരിൽ പലപ്പോഴും നടക്കുന്നത് കച്ചവടമായതുകൊണ്ട് ആ കച്ചവടത്തിന്റെ എല്ലാം പിന്നിൽ ഒരുപാട് റാക്കറ്റുകൾ പ്രവർത്തിക്കുകയും ഒരു ദാനം നടക്കുമ്പോൾ ഒരുപാട് ദാനത്തിന്റെ പേരിൽ ഉള്ള ചൂഷണങ്ങളും പീഡനങ്ങളും നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇന്ത്യയടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അവയവങ്ങൾ കയറ്റി അയക്കുന്ന റാക്കറ്റുകളും ആ കയറ്റി അയക്കുവാൻ വേണ്ടി കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റുകളുമെല്ലാം സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പൊ അതിന്റെ ഒരു വശം മാത്രം കണ്ടിട്ട് നമ്മൾ ആവേശം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക. തീർച്ചയായും മനുഷ്യകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഒരിക്കലും എതിരല്ല. ഇസ്ലാം എതിരല്ല എന്ന് മാത്രമല്ല, ഇസ്ലാം വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. വളരെ വ്യക്തമായി സ്വന്തം അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ കേവലം ഒരു വശം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടിന് പകരം അത് വ്യക്തമായി അതിന്റെ എല്ലാ വരും വരായികകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടെടുക്കണം എന്ന് ഇസ്ലാം വിശ്വാസികളോട് പറയുന്നുണ്ട് എന്ന് മാത്രമേയുള്ളൂ. മറ്റേ കാര്യം സ്വാഭാവികമായും തീർച്ചയായും നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിന് നിച്ച് ഓഫ് ട്രൂത്തിന്റെ വിലാസം നിങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ വെച്ച് ലഭിക്കുന്നതാണ്. ഇത് ശ്രീ അക്ബർ സാഹിബ് തീർച്ചയായിട്ടും ഒരു ഒളിച്ചോട്ടം നടത്തിയെന്നില്ല. കാരണം സിദ്ദീഖ് ആയിട്ട് ഇവിടെ പറഞ്ഞ സമയത്ത് അക്ബർ സാഹിബ് ഒരു വെല്ലുവിളി പോലെ പറഞ്ഞ സംഭവമാണ്. അപ്പൊ അതിൽ നിന്ന് ഇത് അങ്ങനെയല്ല, അതിന്റെ രീതി ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അക്ബർ സാഹിബ് ഈ നേത്രദാനത്തിനും അവയവദാനത്തിനും തയ്യാറുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് കൊടുക്കും, കണ്ണ് കച്ചവടാക്കും, അതാക്കും, റാക്കറ്റാക്കും എന്നല്ല, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളത് എന്റെ ചോദ്യം. അതെനിക്ക് യെസ് ഓർ നോ ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുഹൃത്ത്, വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സിദ്ദീഖ് സാഹിബ് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വിധേയമാക്കണമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പറഞ്ഞു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേരള സംസ്ഥാനത്ത് നിച്ച് ഓഫ് ട്രൂത്തിന് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം ഡിബേറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല എന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ ഡിബേറ്റ് നടത്തിയതിന്റെ സീഡികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആരെയാണ് ഞങ്ങൾ പഠിക്കണേ? ഞങ്ങൾ എന്തിനു പഠിക്കണം? ഞങ്ങളുടെ കയ്യിൽ സത്യമുള്ള സ്ഥിതിക്കും ഞങ്ങളുടെ കയ്യിൽ അജയ്യമായ ഗ്രന്ഥമുള്ള സ്ഥിതിക്കും ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? എന്നാൽ ഡിബേറ്റിന്റെ പേരിൽ തെറിപ്രസംഗം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഡിബേറ്റിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു സംവാദമാണെങ്കിലും മതവിശ്വാസികൾ, പലതരത്തിലുള്ള മതവിശ്വാസികൾ കൂടി ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതസംവാദങ്ങൾക്ക് കൃത്യമായ നിബന്ധനകൾ ആവശ്യമായി വരും. അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മളോട് ആവശ്യപ്പെടും. എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ നിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലാസമല്ലാത്തൊരു സംഘടന അല്ല അത്. അപ്പോ ഇതാ ഡിബേറ്റ് എന്ന് സുഹൃത്ത് പറയുമ്പോ എന്നാ അപ്പോ തുടങ്ങിക്കോ എന്ന് പറയാൻ ഒരു വിലാസമുള്ള സംഘടനക്ക് സാധ്യമല്ല. അത് ഈ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന് ഡിബേറ്റിന് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രസിഡന്റാണല്ലോ കലാനാഥൻ മാഷ്. അദ്ദേഹവുമായി 2 തവണ നടത്തിയ ഡിബേറ്റിന്റെ സീഡികൾ ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റുമായി നടത്തിയ, കേസരിയുടെ പത്രാധിപരുമായി നടത്തിയ ഡിബേറ്റിന്റെ സീഡികൾ ലഭ്യമാണ്. അതേപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിന്റെ വിഷയത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ പണ്ഡിതനും അന്താരാഷ്ട്ര ബൈബിൾ പണ്ഡിത സമിതിയിലെ മെമ്പർമാരുമെല്ലാമായി നടത്തിയ ഡിബേറ്റുകളുടെ സീഡികൾ ലഭ്യമാണ്. പിന്നെ ആരെ ഞങ്ങൾ പേടിക്കണേ? ഇവിടെ എന്താ വെച്ചാൽ ഇപ്പൊ സുഹൃത്ത് പറയുമ്പോ ഇപ്പൊ പിടിച്ചോളി എന്ന് പറയാൻ സുഹൃത്തിന്റെ വികാരത്തിലല്ല ഞങ്ങൾ ഡിബേറ്റ് നടത്തി ജയിക്കാനല്ല ഞങ്ങൾ ഡിബേറ്റ് നടത്തുന്നത്. മനസ്സിലാക്കുക, ഡിബേറ്റ് നടത്തി ജയിക്കണം. സുഹൃത്തൊന്ന് ജയിച്ചാൽ സുഹൃത്തിന്റെ മരണാനന്തര ജീവിതം രക്ഷപ്പെടുമെങ്കിൽ ഞങ്ങൾ തോറ്റു തരാൻ തയ്യാറാകും. ചിലപ്പോ സുഹൃത്തിനൊന്ന് ജയിച്ചു കിട്ടിയാൽ ആ ജയം വഴി നരകത്തിൽ നിന്ന് സുഹൃത്ത് രക്ഷപ്പെടുമെങ്കിൽ, നരകത്തിന്റെ മാർഗത്തിൽ നിന്ന് സുഹൃത്ത് കടന്നു വരുമെങ്കിൽ ചിലപ്പോൾ തോൽക്കാനായിരിക്കും, ജയിക്കാതിരിക്കാനായിരിക്കും ഞങ്ങളുടെ ശ്രമം. ജയമല്ല ഞങ്ങളുടെ വിഷയം, മറിച്ച് ആദർശം, ഇതാണ് സത്യം എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ സാഹിബ് കണ്ണ് ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആവേശത്തോടു കൂടി അത് തയ്യാറാണ്. താങ്കൾ തിരിച്ചു തയ്യാറുണ്ടോ? ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തയ്യാറാണ് തയ്യാറല്ല എന്ന് വേദിയിൽ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ളതല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുവാനുള്ളതാണ് എന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എന്റെ സുഹൃത്തിനെ അറിയിക്കേണ്ട കാര്യമില്ല. പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അവയവം ദാനം ചെയ്യേണ്ടപ്പോൾ അവയവം ദാനം ചെയ്തോളും, സ്വത്ത് ദാനം ചെയ്യേണ്ടപ്പോൾ സ്വത്ത് ദാനം ചെയ്തോളും, മറ്റെന്തെങ്കിലും ദാനം ചെയ്യേണ്ട സമയത്ത് അത് ദാനം ചെയ്തോളും. അതിന് എനിക്ക് എന്റെ സുഹൃത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനത് ചെയ്യുന്നത്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ അത് ചെയ്യുന്നത്, ചെയ്യേണ്ടത് ആരെങ്കിലും അങ്ങനെയല്ലെങ്കിൽ അത് വേറെ വിഷയപാട്. ചെയ്യേണ്ടത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ്. ആ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് തീർച്ചയായും അവയവദാനം മാത്രമല്ലയുള്ളത്, അവയവദാനമുണ്ട്. അത് തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ശരിയായ മാർഗത്തിലാണെങ്കിൽ അതിൽ നന്മയുണ്ടാകും. സ്വത്ത് ദാനമുണ്ട്, ഒരുപാട് സേവന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ചെയ്യാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാകേണ്ടതാണ്. അതിങ്ങനെ പ്രഖ്യാപനം നടത്താറല്ല മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്, അതിന് തയ്യാറല്ല എന്ന് മനസ്സിലാക്കണം.